Hello my dear learners, welcome back to my YouTube channel. This is me Shakila. You are watching me on Shaki's English class. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൗ ടു ഫോം എ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ ഒന്നും വിടാതെ കാണണം. In case you miss something, you will not understand. So, try to watch till the end of the video. നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഡയറി എഴുതാറുണ്ട്. ഈ സെൻറ്റൻസിനെ ഇംഗ്ലീഷിലേക്ക് എങ്ങനെ മാറ്റാം? അപ്പോൾ അതിനെ കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഉത്തരം വരുന്നത്? ഐ ഡയറി റൈറ്റ് എന്നായിരിക്കും. അത് കറക്റ്റ് സെൻറ്റൻസ് ആണോ? അല്ല. ഇംഗ്ലീഷിൽ അതിനെങ്ങനെയാണ് പറയുക? ഞാൻ ഡയറി എഴുതാറുണ്ട് എന്ന് എങ്ങനെയാണ് പറയുക? ഐ റൈറ്റ് ഡയറി എന്നല്ലേ? അപ്പോൾ ഇതിൽ വരുന്ന ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. കർത്താവ്, ക്രിയ, കർമ്മം. ഇതിൽ ഐ സബ്ജക്റ്റാണ്, റൈറ്റ് വേർബാണ്, ഡയറി ഒബ്ജക്റ്റാണ്. അതുപോലെ തന്നെ അവൾ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ്. അതുപോലെ തന്നെ അവർ കാർട്ടൂൺ കാണാറുണ്ട്. അവർ, ദേ കാണാറുണ്ട്. എന്തെങ്കിലും ടി വിയോ മൊബൈൽ ഫോണോ കാണുന്നതിന് എന്താ പറയുക? വാച്ച്. ദേ വാച്ച്. എന്താണ് കാണുന്നത്? കാർട്ടൂൺ. ദേ വാച്ച് കാർട്ടൂൺ. അവരെന്നും കാർട്ടൂൺ കാണാറുണ്ട്. ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദേ വാച്ച് കാർട്ടൂൺ എവ്രി ഡേ. എന്നും എന്നുള്ളത് ഏറ്റവും അവസാനം ചേർക്കാം. എനിക്ക് ചായ ഇഷ്ടമാണ്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? I like tea. I like tea. അയാൾ ഈ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? He works at this bank. He works at this bank. ശ്രദ്ധിക്കുക, ഇതിൽ ഞാൻ പറയുന്ന പോലെ തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. ഞാൻ കാപ്പി കുടിക്കാറുണ്ട്. ഇതിനെങ്ങനെ പറയാം? നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും. I drink coffee. ഐ ഡ്രിങ്ക് കോഫി. അപ്പോൾ ഇതിനെങ്ങനെ പറയാം? ഞാൻ മിക്കവാറും കാപ്പി കുടിക്കാറുണ്ട്. ഐ യൂഷ്വലി ഡ്രിങ്ക് കോഫി. ഐ യൂഷ്വലി ഡ്രിങ്ക് കോഫി. ശ്രദ്ധിക്കുക, യൂഷ്വലി, സംടൈംസ്, ഓൾവേസ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡ്സ് സബ്ജക്റ്റിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടാണ് ചേർക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഐ സംടൈംസ് ഡ്രിങ്ക് കോഫി. ഞാൻ വല്ലപ്പോഴും കോഫി കുടിക്കാറുണ്ട്. ഐ ഓൾവേസ് ഡ്രിങ്ക് കോഫി. ഞാൻ എപ്പോഴും കോഫി കുടിക്കാറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്യാറുണ്ട്. ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വി വർക്ക് ടുഗെദർ. വി വർക്ക് ടുഗെദർ. സെൻറ്റൻസ് ഒക്കെ ഒന്ന് നോക്കുക. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കൂ. ഐ റൈറ്റ്. ഷീ സ്പീക്സ്. ദേ വാച്ച്. ഐ ലൈക്ക്. ഹി വർക്ക്സ്. ഐ ഡ്രിങ്ക്. വി വർക്ക്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, പ്ലൂറൽ മീൻസ് ഒന്നിൽ കൂടുതലാണെങ്കിൽ, ദേ, വി, ദേ എന്ന് പറഞ്ഞാൽ അവർ, നമ്മൾ, വി എന്ന് പറഞ്ഞാൽ നമ്മൾ, അങ്ങനെയല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുന്ന വേർബ്, ക്രിയ, ആ ക്രിയക്ക് എസ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹി, ഷീ, ഇറ്റ് എന്നിവയാണെങ്കിൽ അതിൻ്റെ വേർബിൻ്റെ കൂടെ എസ് നിർബന്ധമായും ചേർക്കണം. ഇതിൽ എക്സെപ്ഷനായിട്ട് വരുന്നത് ഐയും യുവും മാത്രമാണ്. ഐയും യുവും എപ്പോഴും പ്ലൂരലായി കരുതുക. അപ്പോൾ അതിൻ്റെ കൂടെ എസ് ചേർക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം ഒരു ഹാബിറ്റാണ്, ഒരു റൂട്ടീനായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാനത് ചെയ്യാറുണ്ട് അങ്ങനെ പറയുമ്പോൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് ആണ്. ഇനി നമുക്ക് കുറച്ച് ഫാക്ട്സ് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അവർ സുഹൃത്തുക്കളാണ്. ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദേ ആർ ഫ്രണ്ട്സ്. ദേ ആർ ഫ്രണ്ട്സ്. ഞങ്ങൾ അയൽക്കാരാണ്. അതെങ്ങനെ പറയാം? വി ആർ നൈബേഴ്സ്. വി ആർ നൈബേഴ്സ്. ഈ കറിക്ക് എരിവുണ്ട്. അതെങ്ങനെ പറയാം? ദിസ് കറി ഈസ് സ്പൈസി. ദിസ് കറി ഈസ് സ്പൈസി. ഇനി നമുക്ക് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് പറയണം. ഫോർ എക്സാമ്പിൾ, അവർ വന്നു. ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ദേ കേം. അവർ ഇന്നലെ വന്നു. അതെങ്ങനെ പറയാം? ദേ കേം യെസ്റ്റർഡേ. ദേ കേം യെസ്റ്റർഡേ. ഞാനൊരു സിനിമ കണ്ടു. ഇതെങ്ങനെ പറയാം? ഐ വാച്ച്ഡ് എ മൂവി. ഐ വാച്ച്ഡ് എ മൂവി. ഞങ്ങൾ വീട് വൃത്തിയാക്കി.
ഇതെങ്ങനെ പറയാം? വി ക്ലീൻഡ് ദ ഹൗസ്. വി ക്ലീൻഡ് ദ ഹൗസ്. അവൻ പരീക്ഷ ജയിച്ചു. ഇതെങ്ങനെ പറയാം? ഹി പാസ് ദ ടെസ്റ്റ്. ഹി പാസ് ദ ടെസ്റ്റ്. പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. ഇതിൽ പാസ്ഡ് ദ ടെസ്റ്റ് എന്നാണെങ്കിലും പ്രൊനൗൺസിയേഷൻ ചെയ്യുമ്പോൾ അത് പാസ് ദ ടെസ്റ്റ് അങ്ങനെയാണ് വരുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോൾ V2 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ദേ കേം, കമ്മിൻ്റെ V2 ഫോമായ കേം. ഐ വാച്ച്ഡ്, വാച്ചിൻ്റെ V2 ഫോമായ വാച്ച്ഡ്. വി ക്ലീൻഡ്, ക്ലീനിൻ്റെ V2 ഫോമായ ക്ലീൻഡ്. ഹി പാസ്ഡ്, പാസിൻ്റെ V2 ഫോമായ പാസ്ഡ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് V1, V2, V3 ഫോംസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. എല്ലാ വേർബ്സിനും എല്ലാ ക്രിയകൾക്കും അതിൻ്റെ ഫോംസ് ഉണ്ടാവും. V1, V2, V3 ഫോംസ് ഉണ്ടാവും. അതെല്ലാവരും പഠിച്ചു വെക്കുക. ഇനി പാസ്റ്റായിട്ടുള്ള ഫാക്ട്സ് ഒന്ന് കണ്ടു നോക്കാം. അവർ താമസിച്ചു. ഇതെങ്ങനെ പറയാം? ദേ വേർ ലേറ്റ്. ദേ വേർ ലേറ്റ്. അവന് ദേഷ്യമായിരുന്നു. ഇതെങ്ങനെ പറയാം? ഹി വാസ് ആംഗ്രി. ഹി വാസ് ആംഗ്രി. അവൾ തിരക്കിലായിരുന്നു. ഇതെങ്ങനെ പറയാം? ഷി വാസ് ബിസി. ഷി വാസ് ബിസി. അല്ലെങ്കിൽ ഷി വാസ് ഇൻ എ ഹറി. ഷി വാസ് ഇൻ എ ഹറി. ശ്രദ്ധിച്ച് കേൾക്കുക. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ, സബ്ജക്റ്റ് ഒന്നിൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്നത് ആർ അല്ലെങ്കിൽ വേർ ആയിരിക്കും. ഇപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഹി, ഷീ, ഇറ്റ് അതെല്ലാം സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഈസ് ഓർ വാസ് മാത്രമേ വരൂ, ആറും വേറും വരില്ല. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. ദേ ആർ ലേറ്റ്, അവർ ലേറ്റ് ആണ്. ദേ വേർ ലേറ്റ്, അവർ ലേറ്റ് ആയിരുന്നു. ഹീ ഈസ് ലേറ്റ്, അവൻ ലേറ്റ് ആണ്. ഹി വാസ് ലേറ്റ്, അവൻ ലേറ്റ് ആയിരുന്നു. ഷീ ഈസ് ലേറ്റ്, അവൾ ലേറ്റ് ആണ്. ഷി വാസ് ലേറ്റ്, അവൾ ലേറ്റ് ആയിരുന്നു. ഇനി നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ നോക്കാം. അവർ നാളെ വരും. അതെങ്ങനെ പറയാം? ദേ വിൽ കം ടുമോറോ. ദേ വിൽ കം ടുമോറോ. ഞാൻ നിന്നെ വിളിക്കാം. ഇതെങ്ങനെ പറയാം? ഐ വിൽ കോൾ യു. ഐ വിൽ കോൾ യു. ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ തന്നെ വേറെ കുറച്ച് സെൻറ്റൻസസ് നോക്കാം. അവൾക്ക് സന്തോഷമാകും. ഇതെങ്ങനെ പറയാം? ഷി വിൽ ബി ഹാപ്പി. അവൻ താമസിക്കും. അവൻ വരാൻ താമസിക്കും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഹി വിൽ ബി ലേറ്റ്. ഹി വിൽ ബി ലേറ്റ്. നീ അസ്വസ്ഥനാകും. ഇതെങ്ങനെ പറയാം? യു വിൽ ബി അപ്സെറ്റ്. യു വിൽ ബി അപ്സെറ്റ്. ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും. ഫ്യൂച്ചർ ടെൻസിൽ മറ്റേ ടെൻസുകളെ പോലെ സബ്ജക്റ്റ് അനുസരിച്ച് അതിൻ്റെ വേർബ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇതിൽ എപ്പോഴും വില്ല് തന്നെയാണ്. സബ്ജക്റ്റ് പ്ലൂറൽ ആയിക്കോട്ടെ സിംഗുലർ ആയിക്കോട്ടെ ഫ്യൂച്ചർ ടെൻസിൽ വില്ല് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഞാൻ കുറച്ച് സെൻറ്റൻസസ് പറയും. മലയാളം സെൻറ്റൻസസ് ആയിരിക്കും. അതിനെ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ കേക്ക് നല്ല സ്വാദുള്ളതാണ്. ഞാൻ ക്ഷീണിതനാണ്. അവൾ കേരളത്തിൽ നിന്നാണ്. അവർ കേക്കുണ്ടാക്കി. അവൾ പാത്രങ്ങൾ കഴുകി. അവർ കേക്ക് വാങ്ങിക്കും. Please try to comment all the answers in the comment box. So that's all for today's video. Thank you for watching. If you like my video, please like, share and subscribe to my channel.